ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിർസാസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു തുണി വെച്ചിട്ടുള്ള ഒരു ബോട്ടിലായിട്ടാണ് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സിലിണ്ടറിക്കൽ ടൈപ്പ് ബോട്ടിലാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ടിഷ്യൂ പേപ്പറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് ഗ്ലൂവും വാട്ടറും 1:2 റേഷ്യോയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു മിശ്രിതം നമ്മൾ ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ടിഷ്യൂ പേപ്പർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ടിഷ്യൂ പേപ്പർ അപ്ലൈ ചെയ്തതിന് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ആ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെയിം രീതിയിൽ തന്നെ നമ്മൾ 2-3 ലെയർ നമ്മൾ ബോട്ടിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മളൊരു നീളത്തിലുള്ള പീസ് തുണിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഡയറക്റ്റായിട്ട് വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് വാട്ടർ കൂടി മിക്സ് ചെയ്തിട്ട് അതിന് നല്ല കട്ടിയായിട്ടുള്ള രീതിയിൽ തന്നെ അതിലേക്ക് നമ്മൾ വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം നമ്മളൊരു റിങ് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ആ ഒരു ബോട്ടിലേക്ക് നമ്മൾ ആ ഒരു തുണി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടുന്ന ഷേപ്പിലേക്ക് അത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ കട്ട് ചെയ്ത് മാറ്റേണ്ടത് ആ ഒരു ഏരിയ ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. എവിടെയൊക്കെയാണോ മടക്കി വെച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടത് ആ ഒരു ഏരിയയൊക്കെ നമ്മൾ മടക്കി വെച്ചിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ വൈറ്റ് ഗ്ലൂ നമ്മൾ ആ ഒരു ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റായിട്ട് അതിന് സ്റ്റിക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ ബോട്ടിൽ ഈ ഒരു തുണി അപ്ലൈ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ ഷേപ്പും ആകൃതിയൊക്കെ മാറ്റിയെടുക്കാം. ഞാനിവിടെ എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഷേപ്പിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി കഴിഞ്ഞ സമയത്ത് നമുക്ക് കുറച്ച് ഉറപ്പുള്ള രീതിയിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ നെക്ക് പോർഷനിലായിട്ട് ഒരു തുണി തലയെക്കെട്ട് പോലെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലിനെ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. അത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ അതിലേക്ക് ബ്ലാക്ക് അക്രിലിക് കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് അക്രിലിക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അധികം വെള്ളം യൂസ് ചെയ്യാതെ ഡയറക്റ്റായിട്ട് ബ്ലാക്ക് അക്രിലിക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ള ആ ഒരു തുണി അവിടുന്ന് ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മൾ വെള്ളം കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഇളകി പോരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം അപ്ലൈ ചെയ്യാതെ തന്നെ നമ്മൾ ബ്ലാക്ക് അക്രിലിക് കളർ നമ്മൾ ആ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുകയാണ്. ഒരു സ്പേസ് പോലും വിടാത്ത രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബോട്ടിലായിട്ട് ഞാൻ ചെയ്ത് വെച്ചിട്ട് ഒരുപാട് നാളായി. പക്ഷേ ഇതിൻ്റെ ചില വീഡിയോസിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് കാരണം എനിക്ക് വീഡിയോ ഇടണോ വേണ്ടിയോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ രണ്ടും കൽപ്പിച്ച് നമ്മളെ പ്രേക്ഷകർ നമ്മളെ വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്നുള്ള ഒരു ഓർമ്മയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് റെഡിയാക്കി അതിൽ നമ്മൾക്ക് ഏതൊക്കെ പോർഷനാണോ കിട്ടാതായി പോയത് ആ ഒരു പോർഷനൊക്കെ നമ്മൾ റീക്രിയേറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ ഒരു ബോട്ടിലാട്ട ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഫോണിൽ കംപ്ലീറ്റ് ആയിട്ട് സ്പേസ് ഫുള്ളായും GB ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഫില്ലായി കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ബാക്കി എടുത്തിട്ടുള്ള വീഡിയോസ് ഇതിൽ റെക്കോർഡ് ആവാതിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പോർഷന് മാത്രം ഞാൻ കയ്യിലെടുത്തിട്ട് എന്താണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തരുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇപ്പം നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് അക്രിലിക് കളർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു മിസ്സായി പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് അക്രിലിക് കളർ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ബോട്ടിലിൻ്റെ അടിവശത്തായിട്ട് ഡാർക്ക് ബ്ലൂ ആണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്, നേവി ബ്ലൂ. അതിനുശേഷം നമ്മൾ മുകളിൽ ഗോൾഡൻ കളർ വെച്ചിട്ട് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുകയും നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു തുണീൻ്റെ മുകളിൽ നമ്മൾ പിങ്ക് പേൾ മെറ്റാലിക് കളർ വെച്ചിട്ട് ആദ്യം ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്ത് അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഗോൾഡ് പേൾ മെറ്റാലിക് കളർ വെച്ചിട്ട് ടച്ച് ചെയ്ത് കൊടുത്ത് അതുപോലെ തന്നെ നമ്മൾ നെക്കിലും ആ ഒരു റിങ്ങിലും ഗോൾഡ് പേൾ മെറ്റാലിക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലിറ്റേഴ്സിൻ്റെ ആ ഒരു കുത്ത് അവിടെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന തുണി വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ബോട്ടിലാണിത്.
അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നമ്മളെ ഫൈനൽ റിസൾട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീണ്ടും തുറന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, ബി സേഫ്, ടേക്ക് കെയർ.